ഇതിൻ്റെ ഈ ടോപ്പിക്ക് വളരെ ഒരു വലിയ രാജ്യാന്തരവും കാലികവുമായ വലിയ പ്രസക്തിയുള്ള സംഭവമാണ്. ഒന്ന്, ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന അതിക്രൂരനായ ഒരു ഭരണാധികാരിയുടെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ക്രൂരമായ ഒരുപാട് പ്രവൃത്തികളുടെ നടുവിലിരുന്നു കൊണ്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു വംശത്തോട് തന്നെയുള്ളൊരു വലിയ ഹേറ്റഡായിട്ടും അത് പരിണമിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ പഴയ 2013 ഇറങ്ങിയ ഈ നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ സേതുവിനോട് നേരത്തെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് 2-3 പ്രാവശ്യം. ഞാൻ അടുത്ത കാലത്ത് വായിച്ചത് അതിൻ്റെ ഇംഗ്ലീഷ് വെർഷനായിരുന്നു, ഐറിഷ് തങ്കമ്മ രചിച്ച. അപ്പോൾ ഇതിൽ 3 പ്രചോദനങ്ങളാണ് അദ്ദേഹത്തിന് ഇത് എഴുതാനുണ്ടായിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ 2005-10 ശേഷം ഉണ്ടായിട്ടുള്ള എലിയാഹു ബസാലൽ എന്ന് പറയുന്ന ജൂത കർഷകനായിട്ടുള്ള സൗഹൃദം. അദ്ദേഹം ചേന്നമംഗലത്ത് ജനിച്ചു വളർന്ന ആളാണ്, സേതുവിനെ പോലെ തന്നെ. സേതുവിനേക്കാൾ ഒരു 10 വർഷമൊക്കെ മൂത്തതായിരിക്കുക. 95-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈയിടെ വിട പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിട പറയലിൻ്റെ തൊട്ട് പിന്നാലെ ഒരു 10-15 ദിവസത്തിന് ശേഷമാണ് നമ്മളോട് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു എന്താ പറയുക, തിലോദകം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഇരിപ്പിനെ വിചാരിക്കും. കാരണം സേതുവിനെ ഈ നോവൽ എഴുതാൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആളാണ്. പിന്നെ തൃശ്ശൂരിലുള്ള അജ്ഞാതനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. 2011 സേതുവിൻ്റെ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയാവുന്ന മറുപിറവികൾ വന്നു. മറുപിറവികളിലൊരു ചാപ്റ്റർ ചേന്നമംഗലത്തേക്കുള്ള ജൂതന്മാരുടെ ഒറിജിനൽ കുടിയേറ്റത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയല്ല, പൊളിറ്റിക്കലി കറക്റ്റല്ല, ജൂതന്മാരെ പറ്റി ഒരു തരത്തിലും പറയാൻ പാടില്ല എന്നുള്ള ഒരു വിമർശനം തൃശ്ശൂർ നടന്ന ചർച്ചയിൽ വെച്ച് സന്തോഷ് കുമാറൊക്കെ ഇരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതായത് പ്രവർത്തനം നിങ്ങൾക്ക് ഊഹിച്ചറിയാൻ പറ്റും, അദ്ദേഹം ആക്ഷേപിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയും കൂടിയായിട്ട് വേണമെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് തന്നെ ടിറ്റ് ഫോർ ടാറ്റ് ഒട്ടും വൈകാതെ വരമ്പത്ത് തന്നെ കൂലി കൊടുക്കുന്ന പോലെ വിത്തിൻ 2 years എഴുതി എന്ന് പറയാം. അതായത് 2013 ഈ നമ്മുടെ ആലിയ വരുന്നത്. അതുപോലെ ഏറ്റവും അധികം സേതുവിനെ ഇതിനെ ഇൻസ്പയർ ചെയ്യാൻ ഞാൻ മനസ്സിലാക്കിയത് MGS എന്നാണ്. അദ്ദേഹം സേതുവിൻ്റെ കടുങ്ങല്ലൂരിലെ വീട്ടിലൊക്കെ വന്ന് സേതു നിർബന്ധമായിട്ടും ഇത് എഴുതണം. കാരണം ഇപ്പോൾ നമ്മൾ റെട്രോസ്പെക്റ്റീവ്ലി ഒരു തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ യുദ്ധവും ഒക്കെ ഇപ്പോൾ നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം, അങ്ങനെ ആ ഒരു നോവലിലേക്ക് വന്നതിനെ പറ്റി അദ്ദേഹം സംസാരിച്ച് തുടങ്ങട്ടെ എന്ന് വിചാരിക്കുകയായിരുന്നു. നമസ്കാരം. രാമോഹൻ നല്ല ഒരു പരിചയപ്പെടുത്തൽ തന്നു കഴിഞ്ഞു. വാസ്തവം പറഞ്ഞാൽ എലിയാഹു ബസലേൽ നമ്മൾ വിട്ടുപോയിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴാണ് കേരളത്തിലെ പത്രങ്ങൾ അദ്ദേഹത്തിന് വലിയൊരു കവറേജ് കൊടുത്തത്. കാരണം 95 വയസ്സായ ഒരു വലിയ മനുഷ്യൻ നമ്മളെ വിട്ടുപോയി. 55 അദ്ദേഹം ഇസ്രായേലിലേക്ക് പോകുന്നത്. ഇവിടെ മഹാരാജാസ് കോളേജിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഈ മറുപിറവി എന്നുള്ള നോവൽ എഴുതുമ്പോൾ അതിലൊരു ചാപ്റ്റർ ജൂതന്മാരുടെ വരവും പോക്കുമാണ്. അപ്പോൾ എന്തുകൊണ്ട് ജൂതന്മാർ? ഇപ്പോൾ രാമോഹൻ പറഞ്ഞ പോലെ ജൂതൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നെതന്യാഹുവിൻ്റെ ക്രൂരമായ മുഖമാണ്. ഗാസയിൽ കൂട്ടക്കൊല നടത്തുന്ന, അല്ലെങ്കിൽ മോശെ ഡയാനാവും, ലെവി എഷ്കോളാവും. പക്ഷെ എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ കാലഘട്ടത്തിൽ ചേന്നമംഗലത്തുണ്ടായിരുന്ന സാധാരണ ജൂതന്മാർ, അവരൊക്കെ കറുത്ത ജൂതന്മാർ എന്നവർ പറയും. മലബാർ ജൂതന്മാരെന്ന് പിന്നീട് പറഞ്ഞു. കാരണം തലച്ചവടായിട്ട് മുട്ട വിറ്റ് നടന്നിരുന്ന ആളുകൾ, അല്ലെങ്കിൽ പശുത്തോല ഉണക്കി മളയെ കൊണ്ട് വിറ്റിരുന്നവർ, അതല്ലെങ്കിൽ പുസ്തകം ബൈൻഡ് ചെയ്യുന്നവർ, ഏതെങ്കിലും ഒരു കോണിച്ചോട്ടിലിരുന്ന് പുസ്തകം ബൈൻഡ് ചെയ്തിരുന്നവർ, ദാവീദ് ചേട്ടൻ, അദ്ദേഹത്തിന് ഞങ്ങൾക്കറിയായിരുന്നു. ഇതല്ലെങ്കിൽ ചന്തയിൽ നിന്ന് ഏത്തക്കൊല വാങ്ങി വന്ന് വീട്ടിൻ്റെ മുറ്റത്ത് വീട്ടിനകത്ത് പഴിപ്പിച്ച് വിൽക്കുന്നവർ. ആലോചിച്ചാൽ അറിയാം എത്ര പാവങ്ങളായിരുന്നവർ. നെതന്യാഹുവും എവിടെ, ചേന്നമംഗലത്തെ ജൂതനെവിടെ? അപ്പം അത് അവരുടെ ചരിത്രം എഴുതി വയ്ക്കേണ്ടത്, രേഖപ്പെടുത്തേണ്ടത് എൻ്റെ ധാർമ്മികമായ ചുമതലയാണെന്ന് ഞാൻ കരുതിയിരുന്നു. കാരണം ചെറിയ വാശിയോടുകൂടി തന്നെയാണ്. കാരണം തൃശ്ശൂരെ മറുപറവിയുടെ ചർച്ചയിൽ ജൂതന്മാരെ പറ്റി പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് വാസ്തവത്തിൽ മുറിവേറ്റ പോലെ തോന്നി. ഞാൻ ഈ ജൂതന്മാരെ കണ്ടിട്ടുള്ളതാണ്. കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു, സ്കൂളിലുണ്ടായിരുന്നു.
അന്നൊരു 50ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു, ഒരു 10-200 പേരുണ്ടായിരുന്നു. അവരൊക്കെ ഈ 55 ആ 50കളിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികളുടെ ഞാൻ ചോദിക്കും, എന്തിനാ എവിടെ പോകണം നിങ്ങൾ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെ കാരണവന്മാർ പറയുന്നുണ്ട് പോകണം, നമ്മുടെ ഒരു രാജ്യം അവിടെ ഉണ്ട്, നമ്മൾ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടവരാണ്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെതറിപ്പോയവരാണ്. അപ്പം ഞാൻ പിന്നീട് ആ ചരിത്രം നോക്കി പോയപ്പോൾ പിന്നീട് എനിക്കതിൻ്റെ പശ്ചാത്തലം മനസ്സിലായി. പക്ഷേ ആ കുട്ടികളെ സംബന്ധിച്ചോളം വേദനയുണ്ടായിരുന്നു. കാരണം ഇവിടെ ജനിച്ചു വളർന്ന് ഞങ്ങളുടെ ഒക്കെ ഒപ്പം കളിച്ചു വളർന്ന പയ്യന്മാർ മലയാളം അല്ലാതെ ഒരു ഭാഷ അറിയില്ല, ഹീബ്രു അറിയില്ല, വേറൊരു നാട്ടിലേക്ക് പോകുന്നതെന്നറിയാം, അവിടെ മരുഭൂമിയാണെന്നറിയാം, അവിടെ എങ്ങനെ ജീവിക്കുന്നറിയില്ല. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കുടുംബം പുലർത്തുന്നുണ്ട്. പിന്നെ അപൂർവം ചിലർക്ക് മാത്രം കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ എലിയാഹു ബെസലേൽ എന്ന് പറഞ്ഞ ഒരാൾ, അപ്പോൾ ഇതിനെപ്പറ്റി അറിയണം എനിക്ക് കൂടുതലായിട്ട്. അപ്പോഴാണ് എനിക്കൊരു സൂചന കിട്ടിയത്. ഒരു പത്രപ്രവർത്തകനായ എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമായ രവി കുറ്റിക്കാട് പറഞ്ഞു, ഇദ്ദേഹം പിഴിച്ചിലിന് കേരളത്തിൽ വരാറുണ്ട്, പറവൂർ വരാറുണ്ട്. പറവൂർ എനിക്കൊക്കെ അറിയാവുന്ന ഒരു ആയുർവേദ ആശുപത്രിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരവിൽ തന്നെ ഞാനൊരു പത്രപ്രവർത്തകനെ പോലെ ടേപ്പ് റെക്കോർഡറായിട്ട് അവിടെ അങ്ങേരെ മുറി പോയിരുന്ന് കുറേ നേരം സംസാരിച്ചു. ഏത് ഇയറിലായിരിക്കും ഇത്? അത് 2005 ഒരു 5 കൊല്ലത്തോളം മെനക്കെടുത്തിട്ടുണ്ട്. 2006 മറ്റായിരിക്കും. 11 ഈ നോവൽ വരുന്നത്. കാരണം ഞാൻ ഇതേപോലെ ഞാൻ മെനക്കെട്ടിട്ടില്ല. റിസർച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ചരിത്രം എനിക്കറിയില്ല, ഞാൻ ചരിത്ര വിദ്യാർത്ഥി പോലുമല്ല. പക്ഷേ എൻ്റെ നാടിനെ പറ്റി എഴുതണം, അവിടുത്തെ അന്യം നിന്ന് പോയ ഒരു തലമുറയെപ്പറ്റി എഴുതണം എന്നുള്ളൊരു വാശിയിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ബസലേൽ ഈ കഥകൾ പറയാൻ തുടങ്ങി. കാരണം ആദ്യകാലത്ത് ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ ഈ പോക്ക് തുടങ്ങിയപ്പോൾ ബോംബെയിലൊക്കെയുള്ള ചില നല്ല ചുറ്റുപാടുകളുള്ള വെളുത്ത ജൂതന്മാർ, അവർ കുറച്ച് ഈ കൂട്ടത്തിൽ ഹയർ ക്ലാസ്സാണ്, അവരൊക്കെ പോകാൻ തുടങ്ങി. പക്ഷേ കൊച്ചു ജൂതന്മാർ, അതായത് ചന്ദമംഗലം, പറവൂർ, മാള, മേത്തല, എറണാകുളത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. അവർക്കങ്ങ് പോകാൻ പറ്റുന്നില്ല, കാരണം പൈസയില്ല. അപ്പോൾ ഏജൻസി പറയുന്ന നിങ്ങളുടെ ചിലവൊക്കെ നിങ്ങൾ എടുത്തിട്ട് വേണമെങ്കിൽ പോവാം. അത് ബാച്ചായിട്ട് പ്രയോറിറ്റി. കാരണം ലോകത്തിൽ നിന്ന് എല്ലായിടത്തു നിന്നുള്ള മൈഗ്രേഷൻ നടക്കുക. അമേരിക്കയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, എല്ലാ ഭാഗത്തു നിന്നും വലിയൊരു ലോകചരിത്രം കണ്ട ഏറ്റവും വലിയൊരു കുടിയേറ്റമാണത്. കാരണം ഇവരുടെ ചരിത്രം നോക്കിയാൽ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്, ഈ ബാബിലോണിലെ പള്ളി പൊളിച്ചതിന് ശേഷം അവർക്കവിടെ ജീവിക്കാൻ വയ്യാണ്ടായി. അപ്പം ജീവിക്കാൻ വേണ്ടി, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി, വിശപ്പടക്കാൻ വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചെതറിപ്പോയവരാണ്. നമ്മൾ ഈ നെതന്യാഹുവിനെ പറ്റി ആലോചിക്കുമ്പോൾ ഈ പാവങ്ങളെ പറ്റി ആലോചിക്കണം, ഇവരുടെ പഴയ തലമുറ. അപ്പം അങ്ങനെ ചെതറിപ്പോയവർ, അതിലെ ഒരു ഗ്രൂപ്പ് കേരള തീരത്ത് വന്നു എന്നാണ് ചരിത്രം. എന്ന് വന്നു എന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ആകെ കൂടിയുള്ള ഒരു രേഖ 10-ാം നൂറ്റാണ്ടിൽ ഒരു വലിയൊരു കച്ചവട പ്രമുഖനായ ജോസഫ് റബ്ബാൻ എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്ത ഒരു ചെമ്പോലിയുണ്ട്. ഒരു രവിവർമ്മ പെരുമാൾ കൊടുത്തൊരു ചെമ്പോലിയുണ്ട്. ആ ചെമ്പോലിയിൽ അദ്ദേഹം ഇവർക്ക് വേണ്ടി എന്തോ, പെരുമാക്കന്മാർക്ക് വേണ്ടി എന്തോ വലിയ സപ്പോർട്ടൊക്കെ ചെയ്തു, പൈസയൊക്കെ കൊടുക്കുകയോ ഇതൊക്കെ ചെയ്തു. അപ്പോൾ ആ ചെമ്പോലിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇടപ്രഭുവായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പ്രഖ്യാപിച്ചിട്ട് ഒരുപാട് അവകാശങ്ങൾ കൊടുക്കുന്നു. ഇത് പിടിക്കാം, എന്താ ആചാര കൊട പിടിക്കാം, പ്രത്യേക വസ്ത്രം ധരിക്കാം, അങ്ങനെയൊക്കെ. സാധാരണ അന്നൊക്കെ പ്രഭുക്കന്മാർക്ക് മാത്രമേ ചില വസ്ത്രങ്ങൾ പറ്റുള്ളൂമായിരുന്നു, സാധാരണ വസ്ത്രമേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അധികാരം ഇടപ്രഭുവായിട്ട് ജോസഫ് റബ്ബാന് കൊടുത്തു. അയാളൊരു ആദ്യത്തെ ജൂതനാണ് 10-ാം നൂറ്റാണ്ടിൽ. പക്ഷെ അതിനൊക്കെ മുമ്പ് വന്നിട്ട് കാണും തീർച്ചയായിട്ടും. അതൊരു ഒഴുക്കായിരുന്നു. ഒരാൾ വരും, അയാളുടെ പരിചയമുള്ള അടുത്ത ആൾ വരും, അങ്ങനെ വന്ന് കേരള തീരത്ത് ഒരുപാട് പേര് വന്നു.
അത് മാളയിലും മേത്തലയിലും പറവൂരും കൊടുങ്ങല്ലൂരും ചേന്നമംഗലത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് 100-200 പേരുണ്ടായിരുന്നു. ഈ പോക്ക് തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങ് ബാച്ചായിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പം എലിയാഹു ബസ്ലേൽ ചെയ്തത്, എനിക്ക് സർക്കാരിന് അവരെ ഇസ്രായേൽ സർക്കാരിൻ്റെ ഔദാര്യം വേണ്ട, കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ ഉള്ളത് പിന്നെ സ്വർണ്ണമോ എന്തൊക്കെയുള്ളതൊക്കെ വിറ്റ് കാശ് കെട്ടിവെച്ച് അങ്ങേരും കുടുംബവും പോവുകയാണ്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ വാസ്തവത്തിൽ മരുഭൂമിയാണ്. ടെൻറ്റ് കെട്ടി താമസിക്കാൻ ഒരു കിബൂട്സ് എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ പകല് നല്ല ചൂട്, പൊള്ളുന്ന ചൂട്. നെഗവ് മരുഭൂമി എന്ന് പറയുന്ന പ്രസിദ്ധമായ മരുഭൂമിയാണ്. രാത്രിയാകുമ്പോൾ ഭയങ്കര തണുപ്പ്. ജീവിക്കാൻ എല്ലാവർക്കും കഷ്ടപ്പാടാണ്. ഈ നമ്മുടെ ഗൾഫിൽ ഈ കുബൂസ് എന്നൊക്കെ പറയുന്ന വലിയൊരു റൊട്ടി കിട്ടും, വെള്ളം കിട്ടും. അപ്പോൾ എല്ലാവരും ജോലിയാണ്, വയസ്സായവരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ജോലിയാണ്. ഉള്ള ആഹാരം എല്ലാവരും പങ്കിടണം. അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് നാൾ. അപ്പോൾ അവർക്ക് തോന്നി പറ്റില്ല, ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പ്രായ അച്ഛനൊക്കെ ഉണ്ട്, അമ്മയുണ്ട്. അങ്ങനെ അവരടുത്ത വളരെ പാടുപെട്ട് മൊഷാബ് എന്ന് പറയുന്ന അടുത്ത ഒരു സ്ഥലത്തേക്ക് മാറി അവർ. അപ്പോൾ അവിടെ സർക്കാർ 1 സ്ക്വയർ മീറ്റർ സ്ഥലം കൊടുത്തു കൃഷി ചെയ്യാനായിട്ട്. നിങ്ങൾ കൃഷി ചെയ്യണം, പക്ഷേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങളുടെ കൃഷി ഓഫീസർ വന്നിട്ട് പറയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. വെള്ളം കിട്ടും, വളം കിട്ടും, വിത്തുകൾ കിട്ടും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് തുടങ്ങുകയാണ്. ഇങ്ങനെ അങ്ങേര് ചെറുതായിട്ട് അങ്ങേരുടെ കുടുംബം എല്ലാവരും ദിവസം 13 മണിക്കൂർ ഉറക്കമില്ല എന്ന് പറഞ്ഞു. 13 മണിക്കൂർ മിനിമം വർക്ക് ചെയ്തെന്നാ പറയുന്നത്. അങ്ങനെ വെച്ചിട്ട് ആ ഒരു സ്ക്വയർ മീറ്ററിൽ 1000 സ്ക്വയർ മീറ്റർ എന്നാണ് പറഞ്ഞത്. 1000 സ്ക്വയർ മീറ്ററിൽ അവർ പച്ചക്കറി നടാൻ തുടങ്ങി ചെറിയ തോതിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ റെലവൻ്റായ ഒരു പോയിൻ്റ് ഉണ്ട്. കൃഷി പഠിക്കേണ്ടത് പുസ്തകത്തിൽ നിന്നല്ല, മണ്ണിൽ നിന്നാണ്. കാരണം ഇങ്ങർക്കൊന്നും അറിയില്ല. പറമ്പിൽ ഇറങ്ങാത്ത മനുഷ്യനാണ്. അങ്ങനെ ആകെ മഹാരാജ് കോളേജ് ഇൻ്റർമീഡിയറ്റ് പഠിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിവൃത്തികേട് കൊണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവർ ഇൻഡിജീനിയസ് ആയ ആശയങ്ങൾ വെച്ച് ശ്രീലങ്കയിൽ നിന്നൊക്കെ ചകിരിച്ചോറ് ഇറക്കുമതി ചെയ്തു. എന്നിട്ട് ഒരു 2 ലെവലായിട്ട് ചകിരിച്ചോറ് നിരത്തി അവിടെ നനച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. ഈ ചുരുങ്ങിയ കാലത്ത് 4-5 കൊല്ലം കൊണ്ട് ഗ്ലാഡിയോല പൂക്കൾ അവിടെ അസാധ്യമായിട്ട് ആദ്യം പച്ചക്കറിയാണ് ചെയ്തത്. പിന്നെ ഗ്ലാഡിയോല പൂക്കൾ വളരാൻ തുടങ്ങി. അപ്പോഴേക്കും പേരായി. പിന്നെ പടിപടിയായ അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 1,000 ഏക്കർ 1000 സ്ക്വയർ മീറ്റർ മറ്റോ ഉണ്ടായിരുന്നു, സ്ക്വയർ കിലോമീറ്റർ മറ്റോ ഉണ്ടായിരുന്നു. അങ്ങനെ പടിപടിയായി ഇറങ്ങിയിട്ട് ഇസ്രായേലിലെ ഏറ്റവും വലിയ ഡെക്കറേറ്റഡ് കൃഷിക്കാരനായി, ഫ്ലോറിക്കൾച്ചറിസ്റ്റ്. പക്ഷെ അങ്ങനെ ആവുമ്പോഴും ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ സിമോൺ ദെ ബൂവയും സാർത്തറും കൂടി അവിടെ ചെല്ലുമ്പോൾ ഇവർ വലിയ വിവേചനം അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നൊരു. അതായത് ഇദ്ദേഹം പതുക്കെ പോയി വന്ന് ഡേവിഡ് ബെൻ ഗൂറിയനൊക്കെ അറിയാം, പ്രധാനമന്ത്രിക്കൊക്കെ അറിയാം. എല്ലാവരും ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ പ്രധാനി എന്ന് പറയുന്നത് എലിയാഹു ബസ്ലേലായിട്ട് മാറി. സ്വന്തം ശ്രമം കൊണ്ടാണിത്. ഇന്ത്യയിൽ നിന്ന് ഇവിടുന്ന് പോയ ശരത് പവാർ പോയിട്ടുണ്ട്, ബൽറാം ഛാക്കർ പോയിട്ടുണ്ട്, ദേവഗൗഡ പോയിട്ടുണ്ട്. അങ്ങരുടെ ഫാം ഹൗസ് അത് ഈ ഫാം ഹൗസ് കാണാനായിട്ട്. അപ്പോൾ ഇതിൽ ഈ കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ അറിയാനായിട്ട് സാർത്തറും സിമോൺ ദി ബോവും ഒരു കമ്മിറ്റിയിൽ അവിടെ വന്നു. കമ്മിറ്റിയിൽ വന്നപ്പം അദ്ദേഹം കണ്ടതിൽ ഒരാൾ എലിയാഹു ബസ്ലേലായിരുന്നു. അതൊരു വലിയ അപൂർവമായ കൂടിക്കാഴ്ചയായിരുന്നു പുള്ളി പറയുന്നുണ്ട്. അപ്പം സാർത്തർ ചോദിച്ചു വല്ല പ്രശ്നങ്ങളുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിവിടെ കീഴാളന്മാരാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ വിഷമമാണ്. വെള്ളക്കാരുടെ കുട്ടികൾക്ക് മുന്തിയ സ്കൂളിൽ കിട്ടും, ഞങ്ങൾക്ക് എങ്ങും ഇല്ലെങ്കിൽ സാധാ സ്കൂളിൽ പഠിക്കാം. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കൊരാവശ്യമുള്ളൂ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റണം, എല്ലാ സ്കൂളിൽ പഠിക്കാൻ പറ്റണം.
അപ്പോൾ അത് അദ്ദേഹത്തിന് സാർത്തറിന് വല്ലാതെ കൊണ്ടുവന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിനോട് പറഞ്ഞു പ്രയോജനം ഉണ്ടായി കാണണം എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു ചേന്നമംഗലത്ത് നിന്ന് പോയ ഒരു സാധാരണ ജൂതൻ, എന്നെക്കാട്ടിലും ഇപ്പം 95 വയസ്സിലാണ് മരിച്ചത്, ഒരു 10-12 വയസ്സ് എന്നെക്കാട്ടിലും കൂടുതലുണ്ട്, ഇസ്രായേലിലെ ഒരു വലിയ ശ്രദ്ധേയനായ ഒരു പൗരനായിട്ട് മാറുന്നു. ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് പ്രവാസി അവാർഡ് കൊടുത്തു. ഇന്ത്യയിൽ പിന്നെ പട്ടിയാലയിലും പല അഗ്രികൾച്ചർ കോളേജിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കാൻ പോയി. പിന്നെ എന്നിട്ട് രസകരമായ കാര്യം, ഇവിടുന്ന് ഒരു മന്ത്രിമാരുടെ സംഘത്തേക്ക് കൊണ്ടുപോയി ഇസ്രായേലി മോഡൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി. ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒന്നും ഉണ്ടായില്ല എന്നുള്ളത്. പുള്ളി പറഞ്ഞു അതൊരു ഇനി ഞാൻ ഈ രാഷ്ട്രീയക്കാരെ കൊണ്ടുപോയില്ല അങ്ങോട്ട്, കാരണം അവിടെ പോയിട്ട് നാട്ടിൽ എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വെല്ലുവിളി, ഇവിടെ ഒരിക്കൽ അവധിക്ക് വന്നപ്പോൾ ഈ പുഴിച്ചിലിന് വന്നപ്പോൾ ഇവിടുത്തെ കൃഷി മന്ത്രിയോടെ വകുപ്പിനോട് പറഞ്ഞു, എനിക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലം തരാമോ, ഞാൻ ഇവിടെ കൃഷി ചെയ്ത് കാണിച്ചു തരാം, നാട്ടിൽ ചേന്നമംഗലത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും. അതൊരു വെല്ലുവിളിയാണ്, സ്വാഭാവികമായിട്ട് ഏറ്റെടുത്തില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും ചോദിക്കണം, ഞാൻ വേറെ ഇതിലൊരു അന്തസംഘർഷം നോവലിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇവരുടെ നാട് ഇതാണോ അതാണോ എന്നുള്ളൊരു സത്വം, ഐഡൻറ്റിറ്റിയെ പറ്റിയിട്ടുള്ളൊരു വലിയ ചോദ്യം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ നോവലിനെ വേറെ ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ സേതു ഒരു അണ്ടർ റേറ്റഡ് റൈറ്ററെല്ലാം നമുക്കറിയാം. നമ്മളെ മലയാളം എല്ലാ അംഗീകാരങ്ങളും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ വലിയ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആണ്, അതുപോലെ തന്നെ പോപ്പുലറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പേഴ്സണലി ആസ് എ റീഡർ നിർഭാഗ്യവശാൽ ആലിയ അതിൻ്റെ വലിയ പ്രാധാന്യം, അതിൻ്റെ പ്രസക്തി നേടിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ തലം എന്താണെന്ന് വെച്ചാൽ ഈ സ്വത്വം എന്താണെന്നുള്ളൊരു വലിയ സംഘർഷത്തിനെ പറ്റിയിട്ടുള്ള എനിക്ക് തോന്നുന്നു ലോക സാഹിത്യത്തിലെ തന്നെ ഒരു വലിയ മാസ്റ്റർ പീസുകളൊന്നായിട്ട് നമുക്കത് ഫീൽ ചെയ്യാം. കേരളത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല, പക്ഷേ കേരളത്തിൽ വെളിയിൽ ശ്രദ്ധിക്കപ്പെട്ടു, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇതിനു മുമ്പ് ഈ കൃഷി സമ്പ്രദായത്തിൽ ഈ ഇസ്രായേലി മോഡൽ ഓഫ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞ് വലിയ ലോകത്തെല്ലായിടത്തും വലിയ യൂറോപ്പിലൊക്കെ അതിനെപ്പറ്റി ചർച്ച നടന്നു. അത് ഇദ്ദേഹമാണ് അതിൻ്റെ തുടക്കം കുറിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇസ്രായേലി മോഡൽ ഓഫ് കൾട്ടിവേഷൻ. അദ്ദേഹം പറഞ്ഞു വളരെ സിമ്പിളായ ഒരു കാര്യമുണ്ട്. ഈ ചെടികൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പോലെയാണ്. അതിന് വാതുറക്കുന്ന നേരമുണ്ട്, ഉറങ്ങുന്ന നേരമുണ്ട്. അത് ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചതെന്നാണ്. അപ്പം നമ്മളൊക്കെ എന്തായാലും നമുക്ക് സൗകര്യമുള്ളപ്പോൾ പോയി കുറച്ച് വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ കുറച്ച് വളമിടും. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ കാര്യമില്ല, അത് വേസ്റ്റായി പോവും. കൃത്യമായിട്ട് ഒരു ടൈമറൊക്കെ വെച്ച് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ വാ തുറക്കുന്ന നേരത്തെ എപ്പോഴാണ് മനസ്സിലാക്കിയത് അപ്പോൾ വെള്ളം ഉറങ്ങുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. അതെ അതെ, അത് പാഴായി പോവുകയും ചെയ്യും, അതിന് ശല്യപ്പെടുത്തില്ല, കുഞ്ഞുങ്ങളെ പോലെ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ആ ഫാമിൻ്റെ മുകളിൽ ഒരു വലിയ ടാങ്ക് ഉണ്ടാക്കും. ആ ടാങ്കിൽ വെള്ളവും വളവും കൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് ചെറിയ കാപ്പിലറി ട്യൂബ് വഴി ഈ ചെടികളുടെ കടക്കൽ കൊടുക്കുകയാണ്. കാരണം ഒരുപാട് വെള്ളം ഒഴിക്കരുതെന്ന് അദ്ദേഹം പറയുന്നത്. നമ്മളൊക്കെ ചുമ്മാ അങ്ങ് ചീറ്റിച്ച് കൊടുക്കുകയല്ലേ. പുള്ളി പറയുന്നത് അതിൻ്റെ കടക്കൽ കൊടുക്കണം, അതിൻ്റെ വായിലേക്ക് കൊടുക്കുന്ന പോലെ അതിൻ്റെ വേരിൻ്റെ അടുത്തേക്ക് കാപ്പിലറി ട്യൂബ്, ചെറിയ കാപ്പിലറി ട്യൂബ് അങ്ങനെ കൊടുക്കുന്ന പറയുന്നത്. അത് ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയതിനു ശേഷം പുള്ളി പറയുന്നത് ഉണ്ടായ ഈ ടൊമാറ്റോ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയ മത്തങ്ങയുടെ സൈസിലുള്ള ടൊമാറ്റോ ഉണ്ടായി, ക്യാപ്സിക്കം വലിയ റെക്കോർഡ് വലിപ്പമായി. അപ്പോൾ ഈ ഫെർട്ടിഗേഷൻ എന്നാണ് അവർ പറയുന്നത്, ഇറിഗേഷനല്ല, ഫെർട്ടിലൈസറും വാട്ടറും കൂടെ ചേർത്തുള്ള ഫെർട്ടിഗേഷൻ. അതായിരുന്നു അവരുടെ ഇസ്രായേലി മോഡൽ കൾട്ടിവേഷൻ്റെ. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഗ്രീൻ ഹൗസൊക്കെ ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആയുള്ള വലിയ ഹ്യൂജ് ഗ്രീൻ ഹൗസ് ഉണ്ടാക്കിയ അദ്ദേഹം, പിന്നെ പലരും ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ ഗ്ലാഡിയോല എന്ന് പറയുന്ന ഈ പൂക്കളുടെ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് നെതർലാൻഡ്സാണ്, ട്രാൻസ്ഷിപ്മെൻറ്റ് മാർക്കറ്റ്. പലയിടത്തുനിന്നും വരും, ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. അവിടുന്ന് ഇപ്പം നമ്മുടെ രാഷ്ട്രപതി ഭവനിലൊക്കെ വലിയ വലിയ ഗാർഡൻ ഉണ്ടല്ലോ, ഇതുപോലെ പല വന്ന് നെതർലാൻഡ്സിൽ നിന്നാണ് കൊടുക്കലും വാങ്ങൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങേർക്ക് നെതർലാൻഡ്സിൽ ഇങ്ങനെ അവിടെ പോയി ചില ലെക്ചർ ടൂറിനൊക്കെ പോയി
അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റായിട്ട് പോയ മനുഷ്യനാണ്, ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ്. ഞാൻ രാമോഹൻ പറഞ്ഞ പോയിൻ്റ്, ആലിയയുടെ വാസ്തവത്തിൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഇഷ്യമാണ്. അത് എനിക്കിത് ആലിയ ഹാർപ്പർ കോളിൻസ് ഇംഗ്ലീഷിൽ ഇറക്കി. സാമാന്യം നല്ല പ്രതികരണമായിരുന്നു ഹിന്ദുവിലും മറ്റേ പലയിലൊക്കെ. ഗീത ഡോക്ടർ അങ്ങനെ പല ഒരുപാട്. അത് ഞാൻ ആദ്യം പറയാം. അതാദ്യം വായിച്ച ഒരാൾ ശശി തരൂറാണ്, ഇംഗ്ലീഷിലുള്ളത്. അപ്പം അദ്ദേഹം കൊച്ചിയിൽ അത് റിലീസ് ചെയ്തു. മനോഹരമായൊരു പ്രസംഗം ചെയ്തു അദ്ദേഹം. അദ്ദേഹം എന്നോട് പറഞ്ഞത് ചെയ്തു ഒരു വലിയ ദൗത്യം ചെയ്തു എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഈ കൽക്കട്ടയിൽ പഠിച്ചുകൊണ്ട് ജൂതന്മാരുടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അറിയാം. കാരണം ഈ അന്യം നിന്ന് പോകുന്ന ഒരു തലമുറയെ പറ്റി എഴുതി വയ്ക്കുക, ഭാവിയിലൊക്കെ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സുഹൃതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ എറണാകുളത്ത് ഇവിടെ ആയിരുന്നു, മറ്റേ BTHലായിരുന്നു നമ്മൾ ഫങ്ഷൻ വെച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, ഇത് നമുക്ക് ഡൽഹിയിലും പ്രകാശനം ചെയ്യണ്ടേ? ഇങ്ങോട്ട് ചോദിച്ചേ. അപ്പോൾ മുമ്പർക്ക് തിരക്കുള്ള സമയമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഡേറ്റ് തരാമെങ്കിൽ നമുക്ക് നടത്താം. അപ്പം ഞാൻ ഈ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ചെയർമാനായിരുന്നപ്പോൾ തരൂര് ഒരു കൊല്ലം എൻ്റെ മന്ത്രിയായിരുന്നു. അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പമുള്ള ഒരാളാണ്. തരൂർ പറഞ്ഞു, ചെയ്തു ഞാനൊരു ഡേറ്റ് തരാം, താൻ വാ, നമുക്ക് ഡൽഹിയിൽ വന്ന് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഡൽഹി ഇൻ്റർനാഷണൽ സെൻറ്ററിൽ നല്ലൊരു സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് ഇത് പ്രകാശനം ചെയ്തു. അപ്പോൾ അന്ന് ഡൽഹിയിലെ ഒരു ചാനൽ മൂപ്പരേക്ക് എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന സമയമാണ്. നിറയെ പോലീസായിരുന്നു ഇന്ത്യ ഇൻ്റർനാഷണലിൽ. അതിനൊക്കെ വെട്ടിച്ചങ്ങേര് വന്നു, മനോഹരമായ പ്രസംഗം ചെയ്തു. അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഇതാണ്, കാരണം അന്യം നിന്ന് പോകുന്ന തലമുറയെ പറ്റി എഴുതി വയ്ക്കുക എന്ന് പറയുന്നത് ഓതന്റിക് ആയിട്ടുള്ള ഒരു സാക്ഷിയും കൂടിയാണല്ലോ. സാക്ഷിയാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ ആ കാലഘട്ടത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ ഏലിയാസ് ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയത്. അതെ അതെ. അപ്പോൾ ആ ക്ലാസ്സിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് പേര് പോകുമ്പോൾ അവർ കെട്ടിപ്പിടിച്ച് കരയുക. ഞങ്ങളൊക്കെ പയ്യന്മാരാണേ. അപ്പോൾ അവർ നമ്മൾ കളിച്ച് വളർന്ന പിള്ളേരാണേ. അപ്പോൾ അവരൊക്കെ പോകുമ്പോൾ അവർക്കറിയില്ല അവരെങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് അവിടുത്തെ ഭാവി എന്നവർക്കറിയില്ല. അജ്ഞാതമായ ഒരു പ്രദേശം. അപ്പോൾ അവർ പറയുന്ന കാരണന്മാർ വിശ്വസിപ്പിക്കുന്നത് ഇത് മദർലാൻഡാണ്, പക്ഷെ നിങ്ങൾക്കൊരു ഫാദർലാൻഡുണ്ട്. അവിടെ പോയി അവിടെ ഒരു വാളിൻ്റെ മുമ്പിൽ ഹോളി വാളുണ്ട്, അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പിള്ളേർക്ക് പോകുന്നതിന് വിഷമമുണ്ട്, നിവൃത്തിയില്ല, അങ്ങനെ പോവുകയാണ്. അതിലൊരാളോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്നാൽ നിനക്ക് ഒരു പെണ്ണ് കിട്ടില്ല, കാരണം ഞങ്ങളൊക്കെ പോവുക, ഒരു ബന്ധം ഉണ്ടാവില്ല, ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നീട് ആലിയ എഴുതിയ നോവൽ. നമ്മൾ പൊതുവേ മലയാളത്തിൽ ചരിത്ര നോവൽ വളരെ കുറവാണ്, ശരിക്കും വളരെ കുറവാണ്. അല്ല, അതുകൊണ്ടാണ് എന്നോട് ആദ്യം മറുപടി എഴുതുന്ന കാലത്ത് MGS എന്ന് പറയാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്ന ഒരുപാട് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ പുള്ളി പറഞ്ഞത് ഈ നമുക്ക് ഈ പഴയ മാർത്താണ്ഡവർമ്മയുടെയും CV രാമൻപിള്ളയുടെയൊക്കെ കാലത്തിന് ശേഷം ആധുനിക കാലത്ത് ഒരു ചരിത്ര നോവൽ ഇല്ല. അപ്പം എന്നെ സംബന്ധിച്ചുള്ള ചരിത്രം എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ചരിത്രകാരനല്ല, ചരിത്ര വിദ്യാർത്ഥി പോലും അല്ല. പക്ഷേ ചരിത്രം എനിക്കൊരാവേശമായിരുന്നു. കാരണം സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ചരിത്ര മാഷ്, ഹിസ്റ്ററി മാഷ് പറയാറുണ്ട്, ഇവിടെ ഈ പുഴയൊക്കെയൊക്കെ ചെറിയ കപ്പൽ പോയിരുന്നു. അതെ. അപ്പം ഞങ്ങളെ വിചാരിച്ചത് വെറും ബഡായിയാണെന്ന്. പക്ഷേ നമ്മളിപ്പോൾ ഈ മുസിരീസിനെ പറ്റിയുള്ള അന്വേഷണം നോക്കുമ്പോൾ ആ ഏരിയയിൽ ചെറിയ കപ്പലുണ്ടായിരുന്നു, കപ്പലുകളൊക്കെ വന്ന് പോയിരുന്നു, പായ്ക്കപ്പലുകൾ. അപ്പോൾ മുസിരീസിൻ്റെ പറ്റി എഴുതാനാണ് ഞാൻ മറുപടി എഴുതിയത്. അതിൽ ഈ വിദേശത്തു നിന്ന് പായ്ക്കപ്പലിൽ ഇപ്പോൾ മറ്റേ ബെർണിക്ക് എന്നുള്ള ഒരു അന്ന് ഇതില്ലായിരുന്നു, മറ്റേ സുയസ് കനാലില്ലായിരുന്നു, ചുറ്റി വരണം, ആഫ്രിക്ക ചുറ്റി വരണം, ആഫ്രിക്ക ഇടം ചുറ്റി വരണം. അപ്പോൾ ഒരുപാട് സമയം ഉണ്ട്, എഞ്ചിനില്ലല്ലോ, പായ്ക്കപ്പലില്ലല്ലോ, കാറ്റിൻ്റെ ബലത്തിൽ എത്തണ്ടേ. അപ്പോൾ അതിന് ചരിത്രം പറയുകയാണെങ്കിൽ ആ ജൂതന്മാരുടെ ചരിത്രം അതിലേക്ക് വരും. അത് കാരണം ഇവർക്ക് ഈ കുരുമുളക് അത്യാവശ്യമായിരുന്നു, യൂറോപ്യൻസിന് കുരുമുളക് അത്യാവശ്യമായിരുന്നു. കാരണം ഈ മഞ്ഞുകാലം വന്നാൽ അവിടെ മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കും, പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, ഇരതയിടാൻ നിവൃത്തിയില്ല.
അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ വിൻ്റർ വരുന്നതിന് മുമ്പ് തന്നെ കാലികളെയൊക്കെ കൊന്നൊടുക്കും. എന്നിട്ട് ആ മാംസം മുഴുവൻ അകത്തൊരു വലിയ മുറിയിൽ എൻ്റെ കൂമ്പാരമാക്കും. എന്നിട്ട് ഉപ്പും കുരുമുളകോടെ കൂടി ശക്തമായൊരു കോട്ടിങ് കൊടുക്കും. അപ്പോൾ അതിന് 3-4 മാസം ഒരു കുഴപ്പമുണ്ടാവില്ല. അന്നത്തെ റെഫ്രിജറേഷൻ അതായിരുന്നു. അപ്പോൾ ഇവർക്ക് കുരുമുളക് വേണം. അപ്പോൾ ഈ കുരുമുളക് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ സ്വർണം പോലുള്ള അസറ്റാണ്. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാരുടെയൊക്കെ നിലവറയിൽ എത്ര ടൺ കുരുമുളക് ഉണ്ട് എന്ന് വെച്ചിട്ട് അയാളുടെ ശക്തി. ഇടപ്രഭുക്കന്മാരുടെ നിലവറയിലുണ്ട് കുരുമുളക്. അപ്പോൾ ഈ കുരുമുളക് എവിടെ നിന്ന് കിട്ടും? അതിനെ അവർ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പോൾ ഈ ഗ്രീക്കുകാർ നാവികരല്ല, പക്ഷേ റോമൻസ് പൈസ മുഴുവൻ റോമക്കാരുടെ കയ്യിലാണ്. റോമാണ് ഏറ്റവും പവർഫുൾ. അപ്പോൾ റോമക്കാരുടെ കയ്യിൽ പണമുണ്ട്, പക്ഷെ അവർ നാവിഗേറ്റേഴ്സ് അല്ല. അപ്പോൾ ഗ്രീക്കുകാരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടുപിടിക്കുക, എവിടുന്ന് അത് വരുന്നുണ്ട്, എവിടെയോ ഉണ്ടാകുന്നുണ്ട്, എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക, വാങ്ങിക്കൊണ്ടുവരാൻ. അങ്ങനെ ഗ്രീക്ക് നാവികന്മാർ പലയിടത്തും കറങ്ങി നടന്നപ്പോൾ ആണ് നമ്മുടെ അറബിക്കടൽ തീരത്ത് കേരളത്തിൽ ഒരുപക്ഷെ മംഗലാപുരം വരെ പോകുമായിരിക്കും. ഇത് ഈ വൈൽഡ് ഗ്രോത്തായിട്ട് മരങ്ങളിലിങ്ങനെ ഇതിൻ്റെ വള്ളികളുണ്ട്. അതൊരു വലിയ അറിവായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തും? അന്ന് സുയസ് കനാലില്ല. മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് നമ്മൾ എങ്ങനെ അറബിക്കടലിലെത്തും? അപ്പോൾ അതൊരു വലിയ സ്ട്രഗിളായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീക്ക് നാവികൻ ഹിപ്പാലസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരുപാട് ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു കാറ്റിനെ പറ്റി മനസ്സിലാക്കി. കാലവർഷക്കാറ്റ്, നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലവർഷക്കാറ്റിൽ ഒരു പായ്ക്കപ്പിൽ ഈ ബെർണിക്കയിൽ നിന്ന് കയറ്റി വിട്ടാൽ അത് 41ാമത്തെ ദിവസം മുസൈസിലെത്തും. പിന്നെ മഴക്കാലമാണ് ഇവിടെ, ശരിക്കുള്ള മഴക്കാലം. അങ്ങനെ 2 മാസം ഇവരിവിടെ ഉണ്ടാവും, ഈ തീരത്തുണ്ടാവും. അവർ ഈ കുരുമുളകൊക്കെ സംഭരിച്ച് പിന്നെ പതുക്കെ ഗോഡൗണൊക്കെ ഉണ്ടാക്കി വരും. ഇത് കഴിഞ്ഞ് മറ്റേ തുലാവർഷം വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ നേരെ ഈ കാറ്റ് തിരിച്ചു പോകും. എന്നിട്ട് ഈ കാറ്റിൽ അവർ തിരിച്ചു പോകും. അത് 41ാം ദിവസത്തിൽ ബെർണിക്കയിൽ ചെല്ലും. അപ്പോൾ സുയസ് കനാലും ഉണ്ടാകുന്നതിന് മുമ്പുള്ള, അത് ക്ലിയോപട്രയുടെ മുമ്പുള്ള കാലം. അലക്സാണ്ട്രിയ വലിയ ഗോഡൗൺ ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ഗോഡൗൺ അലക്സാണ്ട്രിയയിലായിരുന്നു. അപ്പോൾ മുസിരിയിൽ, നമ്മുടെ മുസിരിസ് പട്ടണത്തിൽ അതുപോലത്തെ ഒരു ചെറിയ ഗോഡൗൺ ഉണ്ടായിരുന്നിരിക്കണം. ഇവർ 2-3 മാസം ഇവിടെ താമസിച്ചിരുന്നിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സാമൂഹ്യ ജീവിതം ഉണ്ടായിരുന്നു, കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് പാർവതി എഴുതിയത്. അപ്പോൾ നമ്മൾ ഈ നോവലിലേക്ക്, ഈ സോളമൻ്റെ കഥയിലേക്ക് തിരിച്ചു വന്നാൽ, സോളമൻ്റെ കല്യാണിക്കാൻ പോകുന്ന ആൾ എവറോൺ കണ്ടുമുട്ടുന്ന ഈ ബ്രോഡ്വേയിൽ ഒരു കടയിൽ വെച്ചിട്ടാണ്. ഈ ബ്രോഡ്വേയിൽ വെച്ചിട്ടാണ് എസ് ബാവയുടെ കടയിൽ വെച്ചിട്ടാണ് എവറോൺ റബേക്കെ ഒരു സൈക്കിളിൽ വളരെ ഫ്ലോറൽ ഡിസൈനൊക്കെ ഇട്ടുള്ള ഒരു ഉടുപ്പൊക്കെ ഇട്ടൊരു പെൺകുട്ടി. അത് ഭയങ്കര. അപ്പോൾ ഈ സേതുവിൻ്റെ എല്ലാ നോവലുകളും നമുക്ക് നോക്കിയാൽ, സൃഷ്ടികൾ നോക്കിയാൽ, ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ VKN മരിച്ചപ്പോൾ NS മാധവൻ എഴുതിയൊരു കുറിപ്പുണ്ടായിരുന്നു ഭാഷാഭൂഷണിയിൽ. മലയാളത്തിലെ എഴുത്തുകാരെ മുഴുവൻ 2 ടീമായിട്ട് തിരിച്ചിട്ട്, അതായത് ഭാവനയുടെ എഴുത്തുകാരും യാഥാർത്ഥ്യം അങ്ങനെ തന്നെ എഴുതി വെച്ച എഴുത്തുകാർ. അതായത് ആത്മകഥയുടെ അധ്യായങ്ങളാണ് പലരുടെയും നോവലുകൾ. മിക്കവരുടെയും നോവലുകൾ മുഴുവനും അവരുടെ ആത്മകഥകളാണ്, വേറെ സ്വന്തമായിട്ട് ഭാവനയൊന്നും എഴുതില്ല. അതേസമയം സേതുവിന് നമ്മുടെ വൺ ഓഫ് ദ ഭാവനയുടെ കുബേരന്മാരിൽ ഒരാളെന്ന് പറയാൻ പറ്റും. പക്ഷേ അപ്പോൾ ആദ്യമായിട്ടാണ് ആ ഭാവനയുടെ ഒരു കുബേരനായിട്ടുള്ള സേതു ചരിത്രത്തിൻ്റെ ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ അങ്ങനത്തെ ഒരുപാട്, എന്താ പറയുക, ഇത്രയും ഷാർപ്പായിട്ടിരിക്കുമ്പോൾ ഒരുപാട് നമ്മൾ, ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിചാരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് മറുപിറവിയിൽ അതിനെ പറ്റി പറയുന്നുണ്ട്. 1808 ഡിസംബർ 8-ാം തീയതി, അതായത് നമ്മുടെ ശിപ്പായിലകൾ 1857 അതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാലിയത്ത് ഗോവിന്ദനച്ചൻ നമ്മുടെ ഈ മെക്കാളേനെ അറ്റാക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ, ഇപ്പോൾ ഞാൻ ആ പാലിയത്തല്ല, അതുകൊണ്ട് കുടുംബപുരാണം വിളമ്പുകയാണെന്ന് വിചാരിക്കേണ്ട. ചേന്നമംഗലത്തെ പാലിയത്തെ ഗോവിന്ദനച്ചൻ
കൊച്ചിയുടെ മന്ത്രിയായിരുന്ന പാലിയത്ത് ഗോവിന്ദനച്ഛൻ ഈ മെക്കാളയുടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള ഇനി ഹിസ്റ്റോറിക്കൽ ഫിക്ഷനൊക്കെ സാധ്യതയുണ്ടോ? എനിക്ക് സേതു തന്നെ അത് എഴുതും എന്നുള്ളൊരു പ്രതീക്ഷ ആഗ്രഹമുണ്ട്. ആ ചരിത്രം അത് പറയുന്നുണ്ട്, മറുപടിയിൽ പറയുന്നുണ്ട് അതിനെപ്പറ്റി. അതായത് വാസ്തവത്തിൽ ബ്രിട്ടീഷുകാരെ വിരട്ടിയ ഒരു സംഭവമാണ്. കാരണം ഇവിടുന്ന് അതിനൊരു സ്മാരകം പോലും ഇല്ല ഇവിടെ. ഒരു സ്മാരകമില്ല, ആർക്കും അറിഞ്ഞൂടാ. ഈ പാലിയത്തച്ഛനെ കോൺട്രിബ്യൂഷനെ പറ്റി അറിയില്ല. പാലിയത്തച്ഛൻ അത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ട്രാവൻകൂർ മ്യൂട്ടിനി എന്നാണ്. അതെ വാസ്തവത്തിൽ പാലിയത്തച്ഛനും വേലിയത്തമ്പി ദളവയുടെ കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തത്. അവസാന നിമിഷത്തിൽ വേലിയത്തമ്പിക്ക് ആർമിയെ അയക്കാൻ പറ്റിയില്ല. ഒടുവിൽ അദ്ദേഹം ഇറങ്ങുകയായിരുന്നു ഒരു രാത്രി കുറേ പട്ടാളക്കാരുമായിട്ട്. എന്നിട്ട് മെക്കാളയുടെ കൊട്ടാരം തീടുവെന്ന്. അതെ, കൊച്ചിയിലെ പ്രസിഡന്റ് സാഹിബായിരുന്നു മെക്കാളെ. പക്ഷേ നമ്മുടെ തന്നെ ഒരു മലയാളി ഒറ്റ കൊടുത്തു, അവരറിഞ്ഞു. അതുകൊണ്ട് അവിടുന്ന് അവർ ഗുഹയിൽ കൂടി എവിടെ കൊല്ലത്തോ എവിടെയോ പോയിട്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി മദ്രാസിൽ കൊണ്ടുപോയി വിചാരണ ചെയ്ത് നാട് കടത്തി. അപ്പോൾ അതിൻ്റെ എന്താ വെച്ചാൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയാം. അങ്ങനെ ശരിക്കും ഈ ഒറ്റയില്ലെങ്കിൽ അങ്ങനെ കൊല്ലുമായിരുന്നു. പക്ഷെ അത് ബ്രിട്ടീഷുകാർക്ക് സഹിച്ചില്ല. ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശക്തിയെ ഒരു കൊച്ചു നാട്ടുരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വെല്ലുവിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, കൊച്ചി രാജാവ് എന്ന് പറഞ്ഞ പാവമായിരുന്നു, ദുർബലന്മാരായിരുന്നു. ഈ പാലിയത്തച്ഛന്മാരാണ് കൊച്ചി ഭരിച്ചിരുന്നത്. കാരണം പ്രധാനമന്ത്രിയും സർവ്വസൈന്യാധിപനുമായിരുന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിലാണ് പാലിയത്തിൻ്റെ ആസ്ഥാനം. അത് ചെമ്പിലറയൊക്കെ സപ്പോർട്ട്. അതെ അതെ അതെ, വാസ്തവത്തിൽ അതൊരു അപ്പം എനിക്ക് ഇതൊക്കെ എഴുതാനുള്ളതെന്ന് വെച്ചാൽ ഈ ചരിത്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ മണ്ണിനടിയിലുണ്ട്. ഇവരുടെ ജൂതന്മാർക്കൊക്കെ വരുന്നതിന് മുമ്പ് ഈ പാലിയത്തച്ഛന്മാരുടെ ചരിത്രവും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഒരു ചരിത്രം പഠിച്ചില്ലെങ്കിലും നമ്മുടെ രക്തത്തിലുണ്ട് അതിൻ്റെ ചില അംശങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ മുസ്ലിംസ് വാസ്തവത്തിൽ ഞാൻ അതിൻ്റെ പുറകെ, അതും MGS ആണ് എന്നെ പ്രേരിപ്പിച്ചത്. പിന്നെ ഞാൻ പട്ടണത്ത് അവിടെ എക്സ്കവേഷൻ നടക്കുമ്പോൾ ഒരുപാട് ദിവസങ്ങൾ അവിടെ പോയിരുന്നു, പലവണ പോയിരുന്നു. മറ്റേ തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സെൽവകുമാർ, അദ്ദേഹം ഇതിനെപ്പറ്റി വളരെയധികം റിസർച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ആലുവയിൽ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ റെക്കോർഡ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഈ യൂറോപ്പൊക്കെ ഇരുട്ടിക്കിടന്നിരുന്നൊരു കാലത്ത്, അമേരിക്ക ഇല്ലാതിരുന്നൊരു കാലം, അമേരിക്ക അറിയപ്പെടാവുന്ന കാലത്ത് നമ്മുടെ പടിഞ്ഞാറൻ തീരം ഒരു സ്വർണ്ണഖനിയായിരുന്നു വാസ്തവത്തിൽ ഈ മുതിരിപ്പട്ടണം. കാരണം അത്രയും ഗോൾഡാണ് അവിടെ വന്നിരുന്നത്. ഈ ഗോൾഡ് കൊണ്ടുവന്നിട്ടാണ്, അന്ന് വേറെ നാണയങ്ങളില്ലല്ലോ, ഗോൾഡ് കൊടുത്തിട്ടാണ് ഈ കുരുമുളക് കൊണ്ടുപോയിരുന്നത്. അതൊക്കെ എവിടെയോ പോയി, എങ്ങനെയോ പോയി. അതൊരു വലിയ ചരിത്രമാണ് മുസ്ലിംസിനെ പറ്റിയുള്ള. ഇപ്പോൾ ഈ നെടുങ്കോട്ടെ പറ്റിയ അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഇല്ല. വലിയൊരു ഹിസ്റ്റോറിക്കൽ ഒരു കുഞ്ഞ് ചൈനീസ് വൻമതിൽ എന്ന് പറയും. നമ്മളെ ചാലക്കുടി മല മുതൽ പള്ളിപ്പുറം വരെയുള്ള നെടുങ്കോട്ട ഈ കാർത്തിക തിരുനാൾ. വാസ്തവത്തിൽ മറുപിറവിയിൽ ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്ത് ഡോക്ടർ തോമസ് ഐസക്കാണ്. ഞാൻ ഈ പുസ്തകം പറവൂർ ടൗൺ ഹാളിൽ റിലീസ് ചെയ്ത്, അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ റിലീസ് ചെയ്യും, അങ്ങനെയാണ് റിലീസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കോട്ടപ്പുറമായ ഏരിയയിലൊക്കെ ചുറ്റി നടന്നു. വാസ്തവത്തിൽ അതിൻ്റെ ആ ചരിത്രത്തിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഒരു ബേസിക് ഇൻട്രസ്റ്റിലാണ് മുസ്ലിം പട്ടണത്തെ പറ്റി. ഇങ്ങനെ പട്ടണം ഉണ്ടായിരുന്നു. അതായത് 1341 ഒരു മഹാപ്രളയം ഉണ്ടായി ഇവിടെ. ആ മഹാപ്രളയത്തിൽ ഈ മുസ്ലിം പട്ടണം മുഴുവൻ നശിച്ചുപോയി. എന്നിട്ട് ഈ പുഴ ഇങ്ങനെ മാറി ഒഴുകുകയാണ്. മാറി ഒഴുകി അറബിക്കടയിൽ ചാടുമ്പോൾ കൊച്ചി ഉണ്ടാവുന്ന അങ്ങനെയാണ്. അപ്പോൾ അത് ആദ്യം കൊച്ചഴി എന്ന ചെറിയ അഴിയായിരുന്നു, അത് കൊച്ചഴി. അങ്ങനെയാണ്, പിന്നെ കൊച്ചഴിയാണ് പിന്നീട് കൊച്ചിയായത്. അപ്പോൾ അതൊരു വേറെ ചരിത്രം. അപ്പോൾ അന്ന് ഈ കൊച്ചി മഹാരാജാവ് ആദ്യകാലത്ത് വന്നിരുന്ന ജൂതന്മാർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കൊടുത്തു. കാരണം ബേസിക്കലി അങ്ങനെ സ്വാർത്ഥ താല്പര്യം എന്താ, ഇവർ നല്ല കച്ചവടക്കാരാണ്, കച്ചവടക്കാർ വേണം, ഏത് സമൂഹത്തിലും കച്ചവടക്കാർ വേണം. നമ്മുടെ ആളുകൾക്ക് സമർത്ഥമായിട്ട് കച്ചവടം ചെയ്യാൻ അറിയാം അവർക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പല ഭാഗത്തേക്കും ചെതറിപ്പോയി എന്നുള്ള പറയുന്നത്. അപ്പോൾ 1341 ആ ഒരു വെള്ളപ്പൊക്കമാണ് ഇതിൻ്റെയൊക്കെ ഒരു മാറ്റങ്ങളുണ്ടാക്കി, ഈ ടെറൈനിൻ്റെ മാറ്റങ്ങളുണ്ടാക്കി. പുതിയ നോവലിൻ്റെ പറ്റിയെന്ന് പറയാം, അന്തകവള്ളികൾ. അതെ, അദ്ദേഹം
അത് വായിച്ചു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം അതും ഈ പറഞ്ഞ പോലെ ഈ പുതുതായിട്ട് എന്തെങ്കിലും വരുമ്പോൾ സ്വീകരിക്കപ്പെടാനും വായിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാമെന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് എഴുതി കഴിഞ്ഞാൽ എൻ്റെ ചുമതല കഴിഞ്ഞു. വേണമെങ്കിൽ വായിക്കുക, വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട്. ഇപ്പം ഞാൻ പാണ്ഡവപുരം എഴുതിയത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 77-ലാണ്. അത് വായിച്ചവർ പറഞ്ഞ് ഇയാൾക്ക് ഭ്രാന്താണെന്നാണ് പറഞ്ഞത്. കാരണം അതൊരു ഇല്ലോജിക്കലായ രചനയാണ്. കാരണം ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിക്ക് ശേഷം വരുന്ന നോവലാണ്. അന്തർജനത്തിൻ്റെ മകൻ ഇരിക്കുന്നു ഇവിടെ. അത് അന്തർജനത്തിൻ്റെ ഇളയ മകനാണ്. അദ്ദേഹം IPS ഓഫീസറായിരുന്നു. അപ്പോൾ അതവിടെ കിടക്കണം, ഇതവിടെ കിടക്കണം. അപ്പോൾ ഇയാൾക്ക് ഭ്രാന്താണ്. അപ്പോൾ അന്ന് ചിലർ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഭ്രാന്താണ്, പക്ഷേ വാസുവിനെങ്കിലും ബോധമില്ലെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു MT. അപ്പോൾ MT ആയിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പാണ്ഡവപുരം ഒരു 11 ഭാഷയിലേക്ക് പോയി കഴിഞ്ഞു. ജർമ്മൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷിന് പുറമെ ജർമ്മൻ, ഫ്രഞ്ച്, ടർക്കിഷ്, പിന്നെ ഹിന്ദി, മറാഠി, അങ്ങനെ ഒരു 11 ഭാഷയിൽ. അപ്പോൾ അത് സഞ്ചരിച്ച ദൂരം എനിക്കറിയില്ല. അതിൽ ഞാൻ കക്ഷിയല്ല. ഞാനതെന്തോ ഒരു സന്ദർഭത്തിൽ എഴുതി 77, 50 കൊല്ലം ആകാൻ പോകുന്നു 2 കൊല്ലത്തിനുള്ളിൽ. അപ്പം വാസ്തവത്തിൽ ഓരോന്നിനും ഓരോ വിധിയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഓരോ രചനയുടെ ഉള്ളിലും പുസ്തകമാകാം, ഗാനമാകാം, എന്തുമാകാം, നമുക്കറിയാത്തൊരു GPS ഉണ്ട്. അത് ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും ചെന്നെത്തും. കാരണം നമ്മുടെയൊക്കെ കാലശേഷമായിരിക്കും. ഇപ്പോൾ ഈ അന്തവള്ളികളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് ഈ ഇൻവേസീവ് ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുതരം വള്ളികളാണ്. അപ്പം ഞാനിതൊരു റിയൽ സംഭവത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ ഒരു ഗ്രാമം മുഴുവൻ ഒഴിച്ചു പോകുക ആളുകൾ. മഴ പെയ്യുന്നില്ല, കൃഷി പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, വെള്ളമില്ല. എന്നിട്ട് ആളുകൾ ആ ഗ്രാമം ഉപേക്ഷിച്ച് പോവുകയാണ്. മീനാക്ഷിപ്പാളയം എന്നാണ്, മീനാക്ഷിപുരം എന്നാണ് അതിൻ്റെ പേര്. റിയൽ ഇതാണ്, അത് മാതൃഭൂമിയിൽ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞാൻ ഒരു കുറച്ചൊക്കെ ഫിക്ഷൻ്റെ സ്വാതന്ത്ര്യം എടുത്തിട്ട് എഴുതിയതാണ് അന്തവള്ളികൾ. പക്ഷേ പിന്നീട് മനസ്സിലായി, ഈയിടെ ഞാൻ വായിച്ചു മദ്രാസിലൊരു വലിയ സെമിനാറിൽ അവിടുത്തെ അഗ്രികൾച്ചർ സെക്രട്ടറി പറയുക, ഞങ്ങളുടെ കാടുകൾ മുഴുവൻ ഇത് വന്ന് കയറിയിട്ട് ഇരിക്കപ്പുറയില്ല, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എവിടുന്നോ വരുന്ന കുട്സ് എന്ന് പറയുന്ന വംശത്തിൽപ്പെട്ട ചില ക്രീപ്പേഴ്സാണ്. അത് വന്ന് കയറിക്കഴിഞ്ഞാൽ ഒരു 10-12 അടി വേരുകൾ താഴ്ന്നു പോകും. അത് പറിച്ചാലൊന്നും പറ്റില്ല. അത് മുഴുവൻ പറിച്ച് അതിൻ്റെ അടിയിലൊക്കെയുള്ള കിഴങ്ങൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ, അപ്പോൾ ഇതങ്ങ് പോയിട്ട് ആ പ്രദേശം മുഴുവൻ നശിപ്പിക്കുക. വെള്ളം വലിച്ചെടുക്കും, വളം വലിച്ചെടുക്കും, അതിൻ്റെ അടുത്തെങ്ങും വേറൊന്നിനും വളരാൻ പറ്റില്ല. അപ്പോൾ ഒരുതരം കനിവലൈസേഷനാണ്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് ഈ അന്തവള്ളികൾ എന്ന് പറഞ്ഞാൽ ആ നോവൽ. അത് പ്യൂർലി എൻവയോൺമെൻ്റാണത്, പരിസ്ഥിതി, ചരിത്രത്തിൽ നിന്ന് പരിസ്ഥിതിയിലേക്ക് എത്തി എഴുതി. അതെ അതെ, അത് ഞാൻ പറയാം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, എൻ്റെ രചന ഞാനിപ്പോൾ ഒരു 6 പതിറ്റാണ്ടായി ഉദ്ദേശം എഴുതാൻ തുടങ്ങിയിട്ട്. മണ്ണിൻ്റെയും പെണ്ണിൻ്റെയും ആശങ്കകളും ആകുലതകളും സന്ദേഹങ്ങളുമാണ് എൻ്റെ എല്ലാ കൃതികളുടെ അടിസ്ഥാനം. മണ്ണും പെണ്ണും ഒരുപോലെ തന്നെയാണ്, സോഫ്റ്റ് ടാർഗറ്റ്സാണ്. അപ്പം പാണ്ഡവപുരത്തിൽ പെണ്ണിൻ്റെ ആണെങ്കിൽ ഇവിടെ മണ്ണിൻ്റെ ആകുലതയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു സമാനതകളുണ്ട്. കാരണം നമ്മൾ ഈ മണ്ണിനെ നമ്മൾ ഭൂമി ദേവി എന്നല്ലേ പറയുന്നത്. വാസ്തവത്തിൽ ഭൂമി ദേവി എന്നല്ല നമ്മൾ പറയുന്നത്, മണ്ണ് അമ്മയെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് പിച്ച വെച്ച് നടക്കുന്നതും ആരും കാണാതെ രുചിക്കുന്നത് മണ്ണല്ലേ. അപ്പോൾ മണ്ണിനപ്പുറം നമ്മൾ അവസാനം പോകുന്ന മണ്ണിലേക്കല്ലേ. അപ്പോൾ ആ നിലയിൽ സ്ത്രീയുടെ അവസ്ഥയെപ്പറ്റി എഴുതുമ്പോഴും പ്രകൃതിയുടെ ദൈന്യതയെപ്പറ്റി എഴുതുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരേ വികാരമാണ്. പുതിയ വരാൻ പോണ പ്രൊജക്ട്സ് എന്തെങ്കിലും ഇല്ല അവിടെ ഇല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ പിന്നീട് ഈ പൂർണ്ണ ബുക്സ് ഒരു ബാലസാഹിത്യം സമ്മാനപ്പെട്ടി എന്നൊരു സാധനമുണ്ട്. അതിലൊരു ചോദിച്ചപ്പോൾ ഞാൻ ഇത് തന്നെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അത് ഈ നോവലല്ല, പരിസ്ഥിതിയെ പറ്റിയൊരു നോവല് എഴുതി കൊടുത്തു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഇൻട്രാക്ഷൻ ചോദ്യങ്ങളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
സേതു മാഷിൽ നിന്ന് ഒരു വല്ലാത്തൊരു ടേക്കവേ കിട്ടി. കേരളത്തിൽ എവിടെ കുഴിച്ചാലും ചരിത്രം കിട്ടും, ഇറാഖിൽ എവിടെ കുഴിച്ചാലും മൈൻ കിട്ടും എന്ന് പറയും. പൊട്ടാത്ത മൈനുകൾ ഇറാഖിൽ എവിടെ ഖനനം ചെയ്താലും പൊട്ടാത്ത മൈനുകൾ കിട്ടും. കേരളത്തിൽ എവിടെ കുഴിച്ചാലും ചരിത്രം കിട്ടും. ഇനി വെബിനിവേശത്തിലൊരു വാഹ പറഞ്ഞിട്ട് സാറിനോട് ചോദ്യം. സാറ് ഈ എറ്റിമോളജിയുടെ ഒരു ഉസ്താദാണ്. ഡയസ്പോറ ചിതറിപ്പോയോ, ഇതെങ്ങനെ ജ്യൂസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയും? എങ്ങനെയാണ് സാർ അത് കണക്ട് ചെയ്തു? ഡയസ്പോറ എന്നുള്ള വാക്കം ജ്യൂസ്. പിന്നെ രണ്ടാമത് സാറ് പറഞ്ഞ അന്തകവള്ളികൾ, IAS ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് വന്നിട്ട് ഒരുപാട് ടെറൈൻസിൽ അഗ്രികൾച്ചർ പോയിട്ടുണ്ട്. വളരെ സത്യമാണ്. അത് തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലുണ്ട്, വയനാട്ടിലുണ്ട്. അത് IAS ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. അതെ, അല്ല അതിലെന്താണെന്ന് വെച്ചാൽ ഇത് എഴുതിയതിന് ശേഷം ഞാൻ കൂടുതൽ അതിനെപ്പറ്റി നോക്കിയപ്പോൾ ചിലയിടത്തൊക്കെ ഇത് ഫുഡായിട്ട് ഭക്ഷ്യ സാധനമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, വൈൻ ഉണ്ടാക്കുന്നുണ്ട്. അന്ന് അതേസമയം ഇതുപോലെ വിഷം ഇതുണ്ട്. അപ്പോൾ ആ ഒരു വലിയ കുടുംബമാണത്. ഈ കുഡ്സ് എന്ന് പറഞ്ഞിട്ട് അതുണ്ടല്ലോ, അത് വലിയൊരു കുടുംബമാണ്. അപ്പോൾ ചിലതിലൊക്കെ വിഷമാണ്, ചിലതിൽ ആഹാര സാധനങ്ങൾ, വൈൻ ഉണ്ടാക്കുന്നതില്ല. സാർ ഈ ഡയസ്പോറയുടെ ഒന്ന് എറ്റിമോളജി സാറ് പറഞ്ഞാൽ അതിപ്പോൾ ഈ ജൂഷിൽ നിന്ന് വന്ന വാക്ക് തന്നെയാണല്ലോ അത്. പക്ഷേ എനിക്ക് വേണം ഇപ്പോൾ എല്ലാ വംശങ്ങൾക്കും പറയുന്ന ഒരു വാക്കായി തീർന്നിരിക്കുകയാണ് ഡയസ്പോറ എന്നുള്ളത്. ഇന്ത്യൻ ഡയസ്പോറ വലിയൊരു ഇതാണല്ലോ. അതുപോലെ ഈ ബോണി തോമസിന്റെ പുസ്തകത്തിൽ തന്നെ അതുപോലെ കൊച്ചിക്കാർ എന്നുള്ള ഒരുപാട് വംശങ്ങളുടെ ഉണ്ട്. ബോണിക്ക് ഇവിടുത്തെ ഇതിൽ ഒരു കാര്യം കൂടെ, ഈ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ജൂതന്മാർ എന്ന് പറയുന്നത്, ഇതിൽ ആക്ച്വലി ഈ മലബാറി ജൂതന്മാർ എന്ന് പറയുന്നത് കറുത്ത ജൂതന്മാരെന്ന് വിളിക്കാനുള്ള മടി കൊണ്ടാണ് മലബാറി ജൂതന്മാരെന്നാക്കിയത്. പക്ഷെ കൊച്ചിയിലുള്ള പലരും അവർ വെളുത്തവരാണ്. അവർ കോഡർ ഉണ്ടായിരുന്നു, പിന്നെ പലരും വലിയ കുടുംബങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ യൂറോപ്പിൽ നിന്ന് വന്നവരാണ്. ഇപ്പം നമ്മുടെ റബേക്കൊക്കെ അങ്ങനെയാണോ? അതെ, റബേക്ക വെളുത്ത ജീവാണോ? പരദേശി. അതെ അതെ. അപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വന്നവർ പല ഭാഗത്തു നിന്നും ചെതറി വരികയല്ലേ. യൂറോപ്പിൽ നിന്ന് വന്നവരൊക്കെ വളരെ ഒരു ഡിഫറെൻറ്റ് ക്ലാസ്സാണ്. ആഫ്രിക്കൻ സൈഡിൽ നിന്ന് വന്നവരാണ് ഈ കറുത്ത ജൂതന്മാരധികം. കാരണം ആർക്കും അറിയില്ല, ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. പക്ഷേ ഇസ്രായേലിൽ ചെന്നപ്പോൾ അവിടെയും ഇവർ കീഴാളന്മാരായി, നമ്മുടെ ആളുകൾ. അതാണ് അതിൻ്റെ കഷ്ടം. സാറേ, എൻ്റെ ഒരു ഡൗട്ട്, ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഷൈലോക്ക് എന്നുള്ള കഥാപാത്രം, ദുഷ്ടകഥാപാത്രം, അത് ജൂതനായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ജൂത സമൂഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ വെറുക്കപ്പെട്ടൊരു സമൂഹമായി മാറിയത്? ഹിറ്റ്ലർ ജൂതന്മാർ കൂട്ടക്കൊല ചെയ്തു. അതിനുശേഷം സ്റ്റാലിൻ ഇവരെ സൈബീരിയയിലേക്ക് അയക്കാൻ നോക്കി. പിന്നെ യൂറോപ്പിലുള്ള മറ്റ് കൺട്രീസ് എല്ലാം കൂടെ കൂടി മെഡഗാസ്കറിലേക്ക് ഇവരെ അയക്കാൻ നോക്കി. പിന്നീടാണ് അവർ ജെറുസലേമിലേക്ക് ഇവരെ. എന്തുകൊണ്ടാണ് മറ്റ് സമൂഹങ്ങൾക്ക് ഇവരായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തത്? വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയാം. ഓതൻറ്റിക് അല്ല, ഞാൻ ചിത്രകാരനല്ല. ഇവർ ബേസിക്കലി കച്ചവടക്കാരാണ്. എവിടെ ലാഭം കിട്ടും അവിടെ അവരുണ്ട്. ഈ ഭൂമിയിലുള്ള എന്ത് സാധനം വിൽക്കാനും വാങ്ങാനുള്ളവരെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ വിൽക്കുക എന്ന് പറയുന്നത് ലാഭമാണ്. അപ്പോൾ അതിൽ തന്നെ കണ്ണിച്ചോരയില്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഷൈലോക്ക് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു ജൂതന്മാരെ ഈ ഹിറ്റ്ലറൊക്കെ ചെയ്ത എന്താണെന്ന് വെച്ചാൽ അത് റേസിസമാണ്. അത് വേറെ സംഭവമാണ്. അത് ഇപ്പം ഞാനിവിടെ വാഴ്സയിൽ പോയിട്ടുണ്ട്, പോളണ്ടിൽ പോയിട്ടുണ്ട്. ഇവരെ ഇലക്ട്രിക്യൂട്ട് ചെയ്ത ആ ഏരിയ കണ്ടിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് ഞെട്ടിപ്പോവും. അവരെ ഇലക്ട്രിക്യൂട്ട് ചെയ്ത വലിയൊരു ഈ ഓഷ്വാറ്റ്സ് പോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ അതിലൊരുപാട് പേര് ശരിയാണത്. അതിൽ സാറേ, പക്ഷേ ഈ റേസിസം ആണെങ്കിലും ഹിറ്റ്ലർ ബ്ലാക്സിൻ്റെ അടുത്ത് ചെയ്തിട്ടില്ല, ഈ ജൂതന്മാരോടാണ് ചെയ്തത്. അത് നമുക്ക് അറിഞ്ഞുകൂടാ വാസ്തുവിൽ. അത് അതിൻ്റെ പുറകിൽ എന്തെങ്കിലും മക്കാലത്ത് എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ളതുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെ പറ്റി യാതൊരു പിടിയില്ല എനിക്ക്. കാരണം ഹിറ്റ്ലർ മാത്രമല്ല, സ്റ്റാലിൻ ഇവിടെ വാഴ്സയിൽ മറ്റേ ആ സിറ്റി, ഈ സ്റ്റാലിൻ വന്നിട്ട് അവിടുത്തെ പള്ളിയും എല്ലാം നശിപ്പിച്ചു, സകലവും നശിപ്പിച്ചു. പക്ഷേ അവർ വളരെ റിസോഴ്സ്ഫുള്ളായിരുന്നു. പിന്നീട് അവർ ബ്രിക്ക് ബൈ ബ്രിക്കായിട്ട് ആ സിറ്റി മുഴുവൻ മാപ്പുണ്ടായിരുന്നു. മാപ്പ് അവർ അണ്ടർഗ്രൗണ്ടിലെ സെല്ലറിൽ സ്റ്റോർ ചെയ്തായിരുന്നു. മാപ്പ് വെച്ചിട്ട് മുഴുവൻ രണ്ടാമത് ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്.
അത്ഭുതപ്പെട്ടു പോയി. എല്ലാവർക്കും സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. അല്ല അതൊക്കെ ശരിയാണ്. പണ്ടത്തെ കാലത്ത് ഭരണാധികാരികളുടെ ക്രൂരത നമുക്കറിയില്ലല്ലോ. നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ കുറേ അംശങ്ങൾ കാണുന്നത് ഇവിടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. Sir, thank you, sir, for your thank you, sir, for your historically important talk. My question is, before these Jews were scattered to different countries in different continents, which was their single homeland before they were scattered to different countries? Sorry, I didn't get you. ഇതിന്റെ യഥാർത്ഥ ഒറിജിൻ എവിടെയായിരുന്നു? Actually, they were scattered all over Europe. According to my knowledge, then you see, there's no single country like Israel or anything like that at that time. So they were scattered all over. But they had I asked this question to Basile. He said, basically we had a single aim, because we are a community that was being haunted. We were the enemies of so many other countries. So we wanted a protected country of our own. That's why we wanted to form Israel. എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അതിനകത്തൊരു ജസ്റ്റിഫിക്കേഷൻ കാണുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് ദെയർ വ്യൂ. അപ്പോൾ അതിന് അവർ മതം കൊണ്ടുവന്നു. ഈ സയോണിസം എന്നൊക്കെ പറഞ്ഞത് അവിടെ ചെന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു എന്ന് വിശ്വസിക്കും. അവർക്ക് ബേസിക്കലി അവർക്ക് ഇപ്പം ഉദാഹരണം ഞാൻ പറയാം. ഓരോ ദിക്കിലും ഇപ്പം ഞങ്ങളുടെ അവിടെ ആ കോട്ടയിൽ കോവിലെന്ന് പറഞ്ഞ സ്ഥലത്ത് സിനഗോഗിൻ്റെ 2 സൈഡിലാണ് ഇവർ താമസിച്ചിരുന്നത്. 50 കുടുംബങ്ങൾ. 1 ഇഞ്ച് മാറിയിട്ടല്ല. കാരണം അവർക്ക് തൊട്ടുതൊട്ടേക്കം ഒരു മതിലിനപ്പുറം എടുത്ത വീട്. പക്ഷേ ഞങ്ങളുടെ ഒരു രാമോഹൻ അറിയാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആ കോട്ടയിൽ കോവിലെന്ന് പറയുന്ന സ്ഥലത്ത് ആ കുന്നിൻ്റെ മുകളിലൊരു വിഷ്ണുവിൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. താഴെ ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ജൂതപ്പള്ളി. അപ്പോൾ അതൊക്കെ അന്ന് ആ കാലത്തെ വില്ലാർവട്ടം 500 മീറ്ററിനുള്ളിലല്ല, 500 മീറ്ററിൻ്റെ ഉള്ളിൽ പള്ളിയുണ്ട്, ശ്മശാനങ്ങളുണ്ട്. അസാമാന്യമായ കോ എക്സിസ്റ്റൻസ് ആയിരുന്നു. അതൊക്കെ അന്ന് വില്ലാർവട്ടത്തെ രാജാവ് മറ്റോ കൊടുത്ത സ്ഥലത്ത് ആയിരിക്കണം. അസംഷനാണ്. പക്ഷേ ഇന്ന് നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് സെമിനാർ നടത്തുന്നു. അപ്പോൾ ഇതൊരു അക്കാലത്ത് അന്നത്തെ രാജാക്കന്മാർ ഇവരെല്ലാവരും ഉപയോഗിച്ച് കാണും. കാരണം ക്രിസ്ത്യൻ മിഷണറികളാണ് സ്കൂളുകളും ആസ്പത്രികളിലും ഒക്കെ ഉണ്ടാക്കിയത്. ജൂതന്മാർ അവരുടെ ജീവിതം ജീവിച്ചു. പക്ഷെ ഇവർ തമ്മിലൊരു വഴക്കുണ്ടായിരുന്നില്ല. 1948 അവർ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നു, ഇൻഹാബിറ്റഡ് ഇസ്രായേൽ. അപ്പോൾ അതിനു മുമ്പ് അവർക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അത് വാസിറ്റ് ദർ. Israel was not there, no? See, actually, Israel was formed in 1948 only. And Israel was a dream for them. Because അവരുടെ ഈ ഡിസംബറിൽ അവരുടെ ഒരു പാസ് ഓവർ, ദർ ഇസ് എ ഫങ്ഷൻ കോൾഡ് പാസ് ഓവർ. ആ പാസ് ഓവറിൽ ഇവരുടെ പ്രെയർ എന്താ അറിയാം? നെക്സ്റ്റ് ഇയർ ഇൻ ഇസ്രായേൽ. അതിൻ്റെ ഹീബ്രു വാക്കുണ്ട്, നെക്സ്റ്റ് ഇയർ വി വിൽ ബി പ്രേയിങ് ഇൻ ഇസ്രായേൽ. ഈ ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും കൂടി എഴുതിയിട്ടുള്ളൊരു ഗംഭീര ചരിത്ര പുസ്തകമുണ്ട്, ഓ ജെറുസലേം എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ ജെറുസലേമിൻ്റെ സൃഷ്ടി എങ്ങനെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ ഒരു നോവലുണ്ട്, എക്സോഡസ് എന്ന് പറഞ്ഞിട്ട്, ലിയോണോറിസിൻ്റെ. അതും ഗംഭീരമായൊരു വർക്കാണ്. ഈ ഇവർ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. ഈ ഗോൾഡാമേറിൻ്റെ ഒക്കെ ഒരു സ്ത്രീയാണുള്ളത്. അവരുടെയൊക്കെ ഒരു ഹീറോയിക് ആയിട്ടുള്ള സ്ട്രഗിള് വലിയ. അല്ല, അത് എന്താ വെച്ചാൽ അതിൽ വേറൊരു സംഭവം, രസകരമായ സംഭവമാണ്. അത് ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ 1947 നെഹ്റു ആഗസ്റ്റ് 14 രാത്രി ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ പലരും റേഡിയോയിൽ ഇരുന്ന് അത് കേട്ട് ത്രിൽഡായ ആവേശം കൊണ്ട ചരിത്രം കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ ഡേവിഡ് ബെൻഗൂറിയൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന കേൾക്കാനായിട്ട് ഈ കൊച്ചു ജൂതന്മാർ പലരും കൊതിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേന്നമലത്തെ ജൂതന്മാരെ അന്വേഷിച്ചപ്പോൾ അന്നിവിടെ റേഡിയോ ഒന്നും ഇല്ലല്ലോ. പറവൂർ ഒരു റേഡിയോ മെക്കാനിക്കുണ്ട്. അയാൾ വിചാരിച്ച ലോകത്തെ ഏത് ഫ്രീക്വൻസി വേണ്ടി പിടിക്കാൻ പറ്റും പറഞ്ഞ് ഇവർ 3-4 ദിവസം അവിടെ പോയി കുത്തിയിരുന്നെന്ന് പറഞ്ഞു. കിട്ടിയില്ല. അതിലും വലിയ സങ്കടം വേറെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നു. സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന കേൾക്കണം.